ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? നന്നായി. ഇതുപോലെ നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ. ഞാൻ വിചാരിച്ചത്ര നന്നായിട്ടില്ല. അതെ, ഇവിടെ വിചാരിക്കാൻ ഒരാളുണ്ട്. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തി. ഓഹോ, കടം വീട്ടിപ്പോ അഹങ്കാരത്തിൽ കൂടിയല്ലേ? ഇരുന്നിടത്തുനിന്ന് ഒരു അനക്കമില്ല. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല, സിനിമാന്തരം കൂടിയാണ്. ഒരു ഫോട്ടോ എടുത്തേ. ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ. ഷോർട്ട് റെഡിയാണെന്ന് വരാന് പറഞ്ഞില്ലേ? കുറച്ച് നേരം എന്നെ ക്യാമറ കാക്കൊന്നും കൊണ്ടുപോയില്ല. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? ഡയലോഗാണ്. അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോൾ ഞാൻ പറയണ്ട. ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡിയാട്ടോ. ക്യാമറ റെഡിയല്ലേ? റെഡി. അശ്വിൻ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താവും? ഡയലോഗ് പറയൂ. ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാൾ പറയാം, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? എന്നാ ശരി. നോക്കി. അശ്വിൻ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവാദ്യ പഞ്ചവാദ്യല്ല, പഞ്ചായത്ത്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഞാൻ റെഡിയാണ്. ഇതല്ലേ എന്റെ ദൈവമേ. അശ്വിൻ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കിയെന്ന് അറിയാതെ പറഞ്ഞു തടപ്പിക്കുന്നു. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി. അരിച്ചു പെറുക്കല്ലേ വേണ്ടു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. കൃഷ്ണൻകുട്ടി എന്റെ വീട് കൃഷ്ണൻകുട്ടിയല്ലേ രാമനായർ? ഈ രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമനായർ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഞാൻ റെഡി. പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. വെള്ളം തന്നെ. അതാണ് എന്റെ പ്രശ്നം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. എനിക്ക് മനസ്സിലായി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു? തോന്നക്കൽ പഞ്ചായത്ത്